ഹായ്, ഇന്നത്തെ വീഡിയോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമായ ദുബായിലെ മിറാക്കിൾ ഗാർഡനിൽ നിന്നാണ്. $72,000 സ്ക്വയർ മീറ്ററിൽ വ്യാപിച്ചുകിടക്കുന്ന ഈ പൂന്തോട്ടം 2013 ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിലാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് പല കളറുകളിലുള്ള ഈ ഹാർട്ട് ടണലാണ്. ഇവിടെ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായോ ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. മുതിർന്നവർക്ക് 100 ദിർഹവും 3 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 85 ദിർഹവുമാണ് ടിക്കറ്റ് ചാർജ്. UAE റെസിഡൻ്റ് ആണെങ്കിൽ മുതിർന്നവർക്ക് 75 ദിർഹവും കുട്ടികൾക്ക് 52 ദിർഹവുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കൂടാതെ നിങ്ങളുടെ പിറന്നാൾ ദിനത്തിലാണ് ഇവിടെ വരുന്നതെങ്കിൽ എൻട്രൻസ് തികച്ചും സൗജന്യമാണ്. അതിനുള്ള പ്രൂഫ് ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചാൽ മതി. $120ലധികം വെറൈറ്റി പൂക്കൾ കൊണ്ട് ഏകദേശം 150 മില്യൺ, അതായത് 15 കോടിയിലധികം പൂക്കൾ കൊണ്ടാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. മെട്രോയിലോ ബസ്സിലോ ടാക്സിയിലോ നമുക്ക് ഇവിടത്തേക്ക് എത്താൻ പറ്റും. മെട്രോയിലാണ് വരുന്നതെങ്കിൽ മാൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ നിന്നും മിറാക്കിൾ ഗാർഡനിലേക്ക് നോൺ സ്റ്റോപ്പ് ബസ് അവൈലബിൾ ആണ്. 5 ദിർഹമാണ് ടിക്കറ്റ് ചാർജ്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ നമുക്കിവിടെ എത്താൻ പറ്റും. പച്ച പുല്ലുകൊണ്ട് നിർമ്മിച്ച 4 പെൻഗ്വിനുകൾ, അതിന് തൊട്ട് മുന്നിലായി പല കളറുകളുള്ള പൂക്കൾ കൊണ്ടുണ്ടാക്കിയ വലിയൊരു ടെഡി ബിയറിനെയും കൂടി കാണാവുന്നതാണ്. സൈഡിലൊക്കെ സൂര്യകാന്തി പൂക്കളാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിന് മൊത്തം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് മിറാക്കിൾ ഗാർഡൻ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലത്ത്, അതായത് മെയ് മുതൽ സെപ്റ്റംബർ വരെ ഇത് അടച്ചിടുകയും ചെയ്യും. ഇതാണ് മിറാക്കിൾ ഗാർഡനിലെ മനോഹര ഭാഗങ്ങളിലൊന്നായ സ്മർഫ് വില്ലേജ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കാർട്ടൂൺ കഥയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ പ്രായക്കാരും നടക്കാനും ഫോട്ടോ എടുക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു എൻചാൻറ്റിങ് ഏരിയയാണിത്. ഫാമിലിക്ക് അനായാസം സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാനും പറ്റിയ ഒരു സ്പോട്ടാണിത്. കൂടാതെ നെസ്റ്റാൾജിയയും ക്രിയേറ്റിവിറ്റിയും പൂക്കളുടെ കലയും കൂടി ഒന്നിച്ചു ചേർന്ന ഈ ഒരു സ്മർഫ് വില്ലേജ് മിറാക്കിൾ ഗാർഡനിലെ ഒരു പ്രധാന ഹൈലൈറ്റാണ്. ഈ ഗാർഡൻ്റെ മറ്റൊരു പ്രത്യേകത, ഓരോ സീസണിലും കഴിഞ്ഞ സീസണിനേക്കാൾ വ്യത്യസ്തമായ ഫ്ലോറൽ ഇൻസ്റ്റലേഷനുകളും കലാപരമായ ലാൻഡ്സ്കേപ്പുകളുമാണ് ഒരുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കണ്ടവർ പിന്നീട് വരുമ്പോൾ തികച്ചും വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും ഈ മിറാക്കിൾ ഗാർഡൻ. വളരെ ഉയരമുള്ള മരത്തടി, അത് മൊത്തം പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇലകളൊന്നും ഇല്ലാതെ പൂക്കൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മരം ഈത്തപ്പഴ മരത്തിനെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഗാർഡൻ്റെ എല്ലാ ഏരിയയിലും നമുക്ക് ഈ ഒരു മോഡലിൽ പൂക്കൾ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഓരോ ഏരിയയിലും ഓരോ കളർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിപ്രശസ്തമായ ഹാർട്ട് ടണലിലേക്ക് കടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഷെയർ ചെയ്യപ്പെടുന്ന മിറാക്കിൾ ഗാർഡനിലെ ഒരു മെയിൻ സ്പോട്ടാണിത്.
ഈ വർഷം മുതൽ പൂക്കളെ കൂടാതെ LED ലൈറ്റുകൾ കൊണ്ടും ഈ ഒരു ടണൽ അലങ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ബ്യൂട്ടിയും കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ടണലിനെ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി ഇരുവശങ്ങളിലുമായി സൂര്യകാന്തി പൂക്കളും കൂടി വെച്ചിരിക്കുകയാണ്. ഈ ഏരിയ മൊത്തം ഒരു റെഡ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൂടുതലായിട്ടും ചുവപ്പ് കളർ പൂക്കളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. $150 മില്യൺ പൂക്കളുണ്ടെങ്കിലും ഒരു പൂവ് പോലും നമുക്കിതിനകത്ത് വാടിയതായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഇവർ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സന്ദർശന സമയത്ത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയോ ഗാർഡൻ പരിപാലിക്കുകയോ ചെയ്യുന്ന യാതൊരാളെയും നമുക്കിതിനകത്ത് കാണാൻ കഴിയില്ല. ഏകദേശം 7.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും ചെടികൾ നനയ്ക്കാനായി ഉപയോഗിക്കുന്നത്. ദുബായ് നഗരത്തിലെ മലിനജലം ശുദ്ധീകരിച്ചാണ് അതിനുള്ള വെള്ളം കണ്ടെത്തുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും സ്റ്റെയർ വഴി കയറിക്കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് ഈ മണ്ഡപം പോലുള്ള സ്ഥലത്താണ്. ഇവിടെ ഇരിക്കാൻ വേണ്ടി കുറേ ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മിറാക്കിൾ ഗാർഡൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് മിറാക്കിൾ ഗാർഡൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, എമിറേറ്റ്സ് A380 എയർക്രാഫ്റ്റ്. 5 ലക്ഷത്തിലധികം പൂക്കൾ കൊണ്ടാണ് ഈ ഒരു മോഡൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ പൂക്കൾക്കിടയിൽ ഒരു വലിയ വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചറാണ് ഈ കാണുന്ന എമിറേറ്റ്സ് A380 വിമാനം. 2016 ലാർജസ്റ്റ് ഫ്ലോറൽ ഇൻസ്റ്റലേഷനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ ഫ്ലവർ എയർക്രാഫ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ഗാർഡനകത്ത് സന്ദർശകർ കർശന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പൂക്കൾ യാതൊരു കാരണവശാലും പറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൈക്കിൾ, പെറ്റ്സ് എന്നിവയൊന്നും ഇതിനകത്തേക്ക് അനുവദനീയമല്ല. ഇപ്പോൾ പല കളറുകളുള്ള കുടകൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അംബ്രല്ല ടണൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. താഴെ ടൈലുകൾ പാകിയ ഒരു പാസേജും അതുപോലെ തന്നെ സന്ദർശകർക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ടേബിളുകളും ചെയറുകളൊക്കെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അംബ്രല്ല ടണലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് പച്ചപ്പുല്ല് കൊണ്ട് തീർത്ത ഈ 2 വലിയ ആനകളെയാണ്. ഈ കൂടാരം പോലെ കാണുന്നതിനകത്ത് ചെയറുകളും ടേബിളൊക്കെ കാണാം. അതിനകത്തിരുന്ന് നമുക്ക് സ്നാക്സ് കഴിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ടും ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെയാണ് ഈ ഏരിയ യൂസ് ചെയ്യുന്നത്. ഓരോ ഭാഗത്തും ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിലാണ് പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാർഡൻ മൊത്തം കറങ്ങി നടന്നാലും
ഒരു സ്ഥലത്ത് കണ്ട വിഷ്വൽ നമുക്ക് വേറൊരു സ്ഥലത്ത് കാണാൻ കഴിയുന്നതല്ല. പിങ്ക് കളറും പർപ്പിൾ കളറും ഉപയോഗിച്ചുള്ള ഫ്ലോറൽ ട്രീ, തൊട്ടടുത്ത് തന്നെ കളർഫുള്ളായിട്ടുള്ള ഒരു മയിലിനെയും കാണാം. പ്രൊഫഷണൽ ക്യാമറ, ഡ്രോൺ എന്നിവ ഉപയോഗിച്ച് നമുക്കിതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി വെഡ്ഡിംഗ്, എൻഗേജ്മെൻറ്റ്, മോഡലിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ ഷൂട്ടുകൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അധികാരികളിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതാണ്. ഇതാണ് ഈ വർഷത്തെ ഹൈലൈറ്റായ റൊട്ടേറ്റിംഗ് ഫ്ലോട്ടിംഗ് ലേഡി. ഈ ഫ്ലോട്ടിംഗ് ലേഡിയുടെ ഡ്രസ്സ് മുഴുവൻ കളർഫുൾ പൂക്കൾ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറകെ കാണുന്നതാണ് മിറാക്കിൾ ഗാർഡൻ്റെ മറ്റൊരു ഹൈലൈറ്റായ ഫ്ലോറൽ കാസിൽ. ദുബായിയുടെ മരുഭൂമിയിൽ പൂക്കളെ കൊണ്ടൊരു അറേബ്യൻ സ്റ്റോറി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ് ഈ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വിവിധ മോഡലുകളിലുള്ള ഫ്ലോറൽ കാസിലുകൾ അതിന് തൊട്ടടുത്ത് തന്നെയായി കുട്ടിക്കാലങ്ങളിൽ കഥകളിലൂടെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള വലിയൊരു അലാവുദ്ദീനോടി കാണാം. കഥകളിൽ നമ്മൾ കേട്ട അതേ മാജിക്, അതേ ഇമാജിനേഷൻ, പക്ഷേ എല്ലാം പൂക്കൾ കൊണ്ടാണെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളൊക്കെയുള്ള ഒരു ഭാഗത്താണ്. ഇവിടെയെല്ലാം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ കടകളോട് ചേർന്നും നിറയെ പൂക്കളുള്ള ചെടികളാണ്. ഒരു റൂഫിംഗ് പോലെ അതങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഈ ഭാഗത്ത് സന്ദർശകർക്ക് ഇരിക്കുവാൻ വേണ്ടി ഹാർട്ട് ടണലിനകത്ത് മണ്ഡപം പോലെ പണിതിരിക്കുകയാണ്. ഇതിൻ്റെ സീലിംഗ് മൊത്തം പൂക്കളും ചെടികളും കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് മിറാക്കിൾ ഗാർഡൻ്റെ മറ്റൊരു അട്രാക്ഷനായ വാട്ടർ വീലും ലേക്ക് ഏരിയ ആണ്. ഇത് മിറാക്കിൾ ഗാർഡനുള്ളിലെ ലേക്ക് പാർക്കാണ്. ഒരു വുഡൻ ബോട്ടും അതിനകത്ത് വെള്ളം കൊണ്ടും ചെടികൾ കൊണ്ടും ചെയ്തിരിക്കുന്ന അലങ്കാര പണികളും കാണാം. ഈ ബോട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം ചെറിയൊരു ലേക്കിലേക്കാണ് വീഴുന്നത്. പഴയ കാലത്ത് വെള്ളം മേലോട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ജലചക്രത്തിൻ്റെ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചക്രം തിരിയുമ്പോൾ അതിനൊപ്പം ഒഴുകുന്ന വെള്ളവും അതിൻ്റെ ശബ്ദവും കൂടി ശാന്തമായൊരു ഫീലാണ് ഈ സ്ഥലത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. ഗാർഡനകത്ത് ലൈറ്റുകളൊക്കെ തെളിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിറാക്കിൾ ഗാർഡൻ്റെ രാത്രികാല കാഴ്ചകളും കൂടി ഈ വീഡിയോ കൂടി കാണാവുന്നതാണ്. നേരത്തെ കണ്ട പെൻഗ്വിനും ആനയും കൂടാതെ പച്ച പുല്ലിൽ തീർത്ത 2 കുതിരയും കൂടി നമുക്കിവിടെ കാണാവുന്നതാണ്. ഫോട്ടോ
എടുക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണിത്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന ആകർഷണം തന്നെയാണ് ഈ ലേക്ക് ഏരിയ. സന്ധ്യയാകുന്നതോടുകൂടി മിറാക്കിൾ ഗാർഡനകത്തെ ലൈറ്റുകൾ ഓരോന്നായി ഓണാവുകയാണ്. അതിനൊപ്പം തന്നെ പൂക്കളും കൂടാതെ ഫ്ലോറൽ സ്ട്രക്ചറുകളും എല്ലാം കൂടി ലൈറ്റിനൊപ്പം ഒന്നുകൂടി അട്രാക്റ്റീവ് ആവുകയാണ്. ഇപ്പോൾ ഗാർഡനകത്തെ മൊത്തം ലൈറ്റും ഓണായിരിക്കുകയാണ്. പകൽ കാണുന്നതിലും ടോട്ടലി ഡിഫറൻ്റ് എക്സ്പീരിയൻസ് ആണ് രാത്രി കാണുന്നത്. വളരെ കൂളായ അറ്റ്മോസ്ഫിയർ, സോഫ്റ്റ് ലൈറ്റ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഇതിൽ കൂടിയുള്ള നടത്തം തന്നെ നമുക്ക് ഒരു റിലാക്സേഷനായിട്ട് മാറും. ഈ പൂക്കളൊക്കെ നമ്മൾ പകൽ കണ്ടതാണ്. പക്ഷേ പകലിനേക്കാൾ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട് രാത്രി ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ മിറാക്കിൾ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല സമയം രാത്രി തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ആ മണ്ഡപം പോലുള്ള സ്ഥലത്തേക്ക് കയറുകയാണ്. ഒന്നും കൂടി നമുക്ക് മിറാക്കിൾ ഗാർഡൻ്റെ നൈറ്റ് വ്യൂ മൊത്തത്തിലൊന്ന് കണ്ടു നോക്കാം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ മിറാക്കിൾ ഗാർഡൻ്റെ വലിപ്പവും അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുക. നേരത്തെ ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്തു നിന്നാണ് ഇതും ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പകലും രാത്രിയും തമ്മിലുള്ള വിഷ്വൽസിൻ്റെ വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മിറാക്കിൾ ഗാർഡൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷനായ ഫ്ലോറൽ ക്ലോക്കിൻ്റെ മുമ്പിലാണ്. പൂക്കളും അതുപോലെ തന്നെ ചെടികളും ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്ത ഒരു വർക്കിംഗ് ക്ലോക്കാണിത്. ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു റിയൽ ടൈം ക്ലോക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് ടൈം അതിനകത്ത് നോക്കിക്കാണാവുന്നതാണ്. പകൽ സമയം തന്നെ മനോഹരമായ ഈ ഒരു ഹാർട്ട് ടണൽ ലൈറ്റ് കൂടി ഓൺ ചെയ്യുമ്പോൾ ശരിക്കും ഒരു മാജിക്കൽ ടണലായി മാറുകയാണ്. ഇവിടെ കാണുന്ന ഓരോ ഭാഗവും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഒരു ഗാർഡൻ അല്ല ഇത്, യഥാർത്ഥത്തിൽ ഒരു കളർഫുൾ ഫാൻറ്റസി വേൾഡ് തന്നെയാണ്. ഇതിനിടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ തണുത്ത കാറ്റിനൊപ്പം എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഫ്രാഗ്രൻസ് ഇങ്ങനെ മിക്സായി നമ്മുടെ മുഖത്ത് വന്ന് തട്ടുകയാണ്. പൂക്കൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്.
ഗാർഡനകത്തെ ഈ വാട്ടർ ഫൗണ്ടെയിൻ സന്ദർശകർക്ക് വളരെ ആകർഷകമായൊരു കാഴ്ചയാണ്. നിറങ്ങളുള്ള പുഷ്പങ്ങളാൽ അലങ്കരിച്ച ചുറ്റുപാടിൽ മ്യൂസിക്കിനൊപ്പം താളം പിടിച്ച് ഉയർന്നു നിൽക്കുന്ന ജലധാരകൾ ഈ ഫൗണ്ടൈൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗാർഡനകത്ത് കുട്ടികൾക്ക് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന റൈഡുകളാണ് ഇതൊക്കെ. ചെറുതായ ട്രെയിൻ റൈഡ്, അതുപോലെ തന്നെ കാർ റൈഡ്, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ ഗാർഡൻ വെറുമൊരു വിസിറ്റ് മാത്രമല്ല, ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദുബായിൽ താമസിക്കുന്നവർ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു മാജിക്കൽ ഗാർഡൻ തന്നെയാണ് ഈ മിറാക്കിൾ ഗാർഡൻ. ഏകദേശം 4 മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ ലെങ്ത് കൂടുന്നത് കൊണ്ട് മാത്രം 30 മിനിറ്റിൽ താഴെ ഒതുക്കിയിട്ട് വീഡിയോ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്താലും ബോറടിക്കാത്ത രീതിയിലാണ് ഈ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ഫ്ലോറൽ ക്ലോക്കിൽ ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആവുകയാണ്. മിറാക്കിൾ ഗാർഡൻ എന്നുള്ള വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.